വെൽക്കം ഓൾ. ഇന്നത്തെ സൂമിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഈ സൂമിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നത്തെ സൂമിന്റെ പ്രത്യേകത. രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മള് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡ് വൈഡ് ആയിട്ട് സക്സസ് ആയി റൺ ചെയ്ത ഒരു പ്രോജക്റ്റാണ് ടെസ്റ്റ് പ്രോജക്റ്റ്. അതില് ഒരു ഭാഗമാവാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം, ഈ അവസരത്തിൽ നമുക്ക് ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം നമ്മള് ദൈവത്തിനോടോ അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാരോടോ അവരോടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്, നന്ദി പറയേണ്ടത്. കാരണം അവര് നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ടാണ് നമ്മൾ നല്ല പ്രവൃത്തികളിൽ വന്നപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മള് ഏതൊരു കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ബിസിനസ്സുകളായോട്ടെ, ജോലി ആയോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവിടെ ഒരു ബോസ് ഉണ്ടായിരിക്കും. നമുക്ക് ബോസ് ഇൻ ദ സെൻസ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആരോ ഒരാൾ, നല്ല ഇൻവെസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ലീഡ് ചെയ്യുന്ന 8 വ്യക്തികൾ ഇൻ ദ സെൻസ് ഓൺലി വൺ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വൺ സൺ ഇൻ ദ റൗണ്ട് ദ സൺ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു വർഷം നമ്മള് സൂര്യൻ ഭൂമിയെ ചുറ്റി തിരിഞ്ഞു വരുന്ന ആ കാലയളവ്, അത് അത്രയും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയമാണ് ഇപ്പോ ഉള്ളത്. അവർ യാത്ര തുടർന്നിട്ട് 1 ഇയർ ആയി. ടെസ് എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഒപ്പം യാത്ര തുടർന്നിട്ട് 1 ഇയർ ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതും സക്സസ്ഫുൾ ആയിട്ട് അത് ആ 8 വ്യക്തികൾ അല്ലെങ്കിൽ ടോപ്പ് 8 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാത്രമല്ല സക്സസ് ആയിട്ടുള്ളത്, അതിന്റെ ചുറ്റുപാടുമുള്ള നമ്മളെ ചുറ്റുപാട് നിൽക്കുന്ന ഒരുപാട് ആളുകളില്, ഒരുപാട് ഫാമിലികളിലേക്ക് ഒരു ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ പറ്റി പറയാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു സക്സസ് ജേണിയിൽ നിൽക്കുന്ന ഈ ടോപ്പ് 8ന്റെ വിശേഷങ്ങൾ 1 ഇയർ ബാക്ക് ഉള്ളതില് വളരെ കുറച്ച് നമ്മൾ വളരെ കുറച്ച് സമയമുള്ളൂ, എന്നാലും ആ സമയം എടുത്തുകൊണ്ട് ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ യാത്രയിലുള്ള സ്ട്രഗിൾസും അതിനെ കുറിച്ചിട്ടൊക്കെ പറയും, പിന്നീടായാലും പറയും. പക്ഷെ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ 1 ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ടോപ്പ് 8 എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ആ മോർണിംഗ് വൈബിലേക്ക് ടോപ്പ് 8ലെ എല്ലാ ലീഡേഴ്സിനും കൂടെ ഇവിടെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ടെസ്സിന്റെയും അല്ലെ ടോപ്പ് 8ന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ആരാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് മൈക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓക്കെ, വെൽക്കം. സുധീഷ് ഭായ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും എല്ലാവർക്കും നമ്മളെ ടെസ്റ്റ് ഫാമിലിക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം ഒരു വർഷം നമ്മുടെ കമ്പനി എത്തി നിൽക്കുന്ന ഒരു വർഷമായി. ഒരുപാട് സാധാരണപ്പെട്ട കുടുംബങ്ങളിലേക്ക് വരുമാന മാർഗം എത്തിച്ചിട്ടാണ് നമ്മളെ ടെസ്റ്റ് എന്നൊരു വർഷം ആഘോഷിക്കുന്നത്. കാരണം തീർച്ചയായും ഞങ്ങൾ ഒരു 8 പേര് ഒരു വർഷം മുന്നേ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ, ഇന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ഏപ്രിൽ 1-ാം തീയതിയാണ് നമ്മൾ ഐഡിയ അടിച്ച് തുടങ്ങിയെങ്കിലും 5-ാം തീയതി ഫസ്റ്റ് വിഡ്രോൽ സ്റ്റാർട്ട് ചെയ്ത ദിവസമാണെന്ന്. നമുക്ക് എല്ലാവർക്കും സെലിബ്രേഷന്റെ ഒരു ദിവസം തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിവസമാണ്. ഞങ്ങൾ 8 പേരെ സംബന്ധിച്ചോളം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. കാരണം ഒരു വർഷം ഈ ഒരു ബിസിനസ് ചെയ്ത് ടോപ്പ് 8 എന്ത് നേടിയെന്ന് നിങ്ങൾക്ക് അറിയണല്ലോ. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുക്കുന്നത്. അന്ന് എന്താ പറയാ, ഒരുപാട് കഷ്ടപ്പാടിന്റെ ദിനങ്ങളായിരുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് ഇറങ്ങി മാർക്കറ്റ് വിജയിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി മാനേജ്മെന്റിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുത്തൊരു ദിവസം. അപ്പൊ തീർച്ചയായും ഞങ്ങൾക്ക് കഷ്ടപ്പാടുകളായിരുന്നു. ആ കഷ്ടപ്പാട് ഇന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷങ്ങളുടെ ദിനമാണ്. കാരണം
അത്രത്തോളം മാറ്റങ്ങൾ ഞങ്ങളിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും മാറി. അതുപോലെ കാറ്, അത് വീട് വെക്കേണ്ട ഒരു വീട് വെക്കൽ തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ കൂടെ വന്ന, നമ്മളെ കട്ടക്ക് നിൽക്കുന്ന നമ്മുടെ അസോസിയേറ്റ്സും എല്ലാവരും എന്നാലും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ പുതിയ ഒരുപാട് പേര് നമ്മൾ കാണാത്ത ആളുകൾ പോലും ഇന്ന് സൂമിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരിൽ കണ്ടില്ലെങ്കിലും ഡെയിലി സൂമിലൂടെയൊക്കെ അവരെ കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ മാനേജ്മെന്റ് ഒരുപാട് എന്താണ് ഹെൽപ്പ് നമ്മളെ ചെയ്തിട്ടുണ്ട്. കാരണം അവരുണ്ടാവുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു സൂമിൽ ഇരിക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ഒരു ഹാർഡ് വർക്ക് നമ്മളെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലും അവർ ഈ ഒരു കൺസെപ്റ്റ്, അവരൊരു ആശയം, നമ്മൾ ചിന്തിക്കാൻ പറ്റാവുന്ന അപ്പുറത്തേക്ക് ഈ ഒരു കൺസെപ്റ്റിനെ എത്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളോട് പലരും പറയാതെ പല പല പ്രൊജക്ടുകൾക്ക് അവർ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ടീമിന്റെ, ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ. കാരണം നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മൾ കാരണമൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ട കളി കണ്ടിരുന്ന ആളുകളുടെ കൂടെ നമുക്ക് ഇന്ന് വീഡിയോ കോളിലെങ്കിലും പോലും സംസാരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ കൂടെ ഡിന്നർ കഴിക്കാനും ഉള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നു. കാരണം നമ്മളെ ടീമാണ്, നമ്മുടെ സ്വന്തം ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവസരത്തേക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ആ ഒരു ദിവസത്തിന് വേണ്ടി. കാരണം ജൂണിൽ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ ഗോവയില് നമ്മുടെ ആനുവൽ സെലിബ്രേഷൻ നടക്കുമ്പോൾ എല്ലാവരും അവിടെ എത്തുമ്പോൾ നമുക്ക് അവരെ കൂടെ കാണാനും സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കാരണം ആ ഒരു ദിവസത്തിന് കാത്തിക്കാണ് ഗോവയില്. കാരണം അടുത്ത മാസം നമ്മൾ ഗോവയിൽ പോവുകയാണ്. അപ്പോൾ അതിന്റെ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിനാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ആരാധിച്ചിരുന്ന കളിക്കാരുടെ കൂടെ ഒരു സെൽഫി എടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ. അപ്പൊ അതൊക്കെ അവിടെ നടക്കും. അപ്പൊ തീർച്ചയായും ഞങ്ങൾ 8 പേരെ സംബന്ധിച്ചോളം ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ഫലം ഞങ്ങൾക്ക് കിട്ടി. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് വരും ഒരുപാട് കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഇനി അടുത്തൊരു വർഷം ആകുമ്പോഴേക്കും ടെസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പൊ ഞാൻ ഇനി നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ന് ടെസ് എന്ന് പറഞ്ഞ ഇന്ന് എല്ലാ ഒരു കുടുംബങ്ങളിലും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ലൊരു കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ പല ആളുകളും മാറി നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു കൺസെപ്റ്റിന്റെ പോസിറ്റീവ് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇനി അടുത്ത ടോപ്പ് 8 അടുത്തൊരു ലീഡറിലേക്ക് ഞാൻ കൈമാറാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്തായാലും ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖലീൽ സാർ, അതുപോലെ തന്നെ രാജീവേട്ടന്, റഫീഖ, രഘുവേട്ടന്, അതുപോലെ തന്നെ ലാസ്റ്റ് എപ്പോഴും സശേട്ടൻ ഉണ്ടാവില്ലേ. സശേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നന്ദി പറയുന്ന വ്യക്തി. അപ്പോൾ സശേട്ടനോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജയേഷ് കയറിയുണ്ട്. ഓക്കെ, ജയേഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. ജയേഷിനെ ഹോസ്റ്റാക്കിണ്ടേ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സന്തോഷ വാർത്തകൾ അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മുൻപ് നമുക്ക് ഓർക്കേണ്ട കുറച്ച് മുഖങ്ങളുണ്ട് നമ്മുടെ ടെസ്റ്റിൽ. അതിൽ സ്പെഷ്യലായിട്ട് ഞങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഞങ്ങളെ പെങ്ങളുട്ടി എന്ന് പറയുന്ന നുസത്ത് മാഡത്തോടെ തന്നെയാണ് ഈ നന്ദി പറയാറുള്ളത്. കാരണം നുസത്ത് മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം നുസത്ത് മാഡത്തിന് ഒരുപാട് വലിയ വലിയ ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ടെസ്സിന്റെ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം അത്രത്തോളം വലിയ വലിയ ലീഡേഴ്സിനൊക്കെ നമ്മൾ പോയി കാണുന്ന സമയത്ത് അവരൊക്കെ നുസത്ത് മാഡം ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ നുസത്ത് മാഡത്തായിട്ടുള്ള ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഒക്കെ ബന്ധത്തിന്റെ പേരിലാണ് നുസത്ത് മാഡം ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചു തരുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് അത് തീരൂല. കാരണം നുസത്ത് മാഡം എപ്പോഴും പറയാറുണ്ട് ഞങ്ങളോട്, നന്ദിയുടെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടണം. നല്ല മനസ്സിന്റെ ഒരു ഉടമയും കൂടിയാണ് നുസത്ത് മാഡം. അതെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നുസത്ത് മാഡത്തെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച വ്യക്തികൾക്കൊക്കെ അതറിയുന്ന. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചേർത്ത് വിളിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ്, ഞങ്ങളോട് പറയാറുള്ളത് മാനേജ്മെന്റ് എന്ന് പറയരുത്, നിങ്ങളെ കൂട്ടത്തിലെ 3 ആളുകളായിട്ട് ഞങ്ങളെ കാണാമെന്നാ പറയാം. കഴിഞ്ഞ പ്രാവശ്യം 2-3 ദിവസം മുൻപ്
കെവിൻ സാറും അതുപോലെ തന്നെ രഞ്ജി സാറും പെരുന്തമണ്ണ കൂടി ഉണ്ടായിരുന്നു. ആ കൂടിയ സമയത്ത് വെറുതെ ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോസ് എടുക്കുക, നമുക്ക് മാനേജ്മെന്റ് വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ കെവിൻ സാർ അത് തിരുത്തി ഞങ്ങളെ. ഒരിക്കലും ഇനി അത് പറയരുത്, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളായിട്ടാണ് ഞങ്ങളെ കാണുന്നത്, മാനേജ്മെന്റിന്റെ സ്ഥാനത്ത് ഞങ്ങൾ ഇരുത്തരുത് എന്നാ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു മൈൻഡും മനസ്സുള്ള 4 വ്യക്തിത്വങ്ങളാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നേതൃത്വത്തിൽ കിട്ടിയത് എന്നുള്ളതാണ് വളരെ വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് നിങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്, എങ്കിൽ പോലും ഞങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരുടെ വീടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ബാധ്യതകളായിക്കോട്ടെ, വളരെ വലിയ ബാധ്യതകളും വീടുകളൊക്കെ ജപ്തി ചെയ്യാൻ ആയിട്ടുള്ള അവസരമൊക്കെ നിൽക്കുന്ന കുറച്ച് പേര്, അവരൊക്കെ, അത് 10ഓളം ആളുകൾ ഇന്ന് ജപ്തിയുടെ വക്കിൽ നിന്ന് അല്ലെങ്കിൽ ജപ്തി എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടന്ന് വീട് സ്വന്തമാക്കി എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട 3 വ്യക്തികൾ, അതായത് ഈ ഒരു സൂം സ്റ്റാർട്ട് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള 3 വ്യക്തികളുണ്ട്. T3 എല്ലാവർക്കും അറിയുന്നതാണ്. T3 അതായത് സുനിയേട്ടൻ, പോളേട്ടൻ, അതുപോലെ തന്നെ KK. എന്തുകൊണ്ടാണ് ഇവര് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അതേ മനസ്സിന്റെ ഉടമകളാണ് അവരും എന്നുള്ളതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പറയുമ്പോൾ അവർ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ കൂടെ കൂടിയിട്ടുള്ള വ്യക്തികൾ അവർ. ഞങ്ങൾ എന്താണോ അതേപോലെ തന്നെ ആയിരുന്നു അവരും. പക്ഷെ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പൊസിഷനിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട്, കമ്പനിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്രിക്കറ്റ് ടീംസിന്റെ അടക്കമുള്ള എല്ലാ പ്രൊജക്റ്റുകളെയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എനിക്ക് ഇന്നലെ കിട്ടിയ വളരെ വലിയൊരു സന്തോഷം, ഞാൻ ടോപ്പ് 8-ൽ 1-2 ആളുകൾ മാത്രമേ ഞാൻ പങ്കുവെച്ചിട്ടുള്ള സന്തോഷം. അതോടൊപ്പം തന്നെ രഞ്ജിത് സാറിനെ വിളിച്ചിട്ട് ഞാൻ ആ സന്തോഷം പങ്കുവെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങളൊരു ടീംസിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ക്രിക്കറ്റ് ടീംസിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു CVയെ തെരഞ്ഞിട്ടായിരുന്നു നമ്മൾ കുറച്ചു കാലമായിട്ട് നടന്നിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 1 മാസം മുൻപ് കോൺടാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അദ്ദേഹത്തെ പോയി കാണുകയും, അതിലെ കാരണക്കാരായിട്ടുള്ള 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്, സന്ദീപും അതുപോലെ തന്നെ അനോജും. അവർ മുഖാന്തരമാണ് ഞാൻ ആ വ്യക്തിയെ പോയി കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇതിന്റെ അംഗീകൃതമായിട്ടുള്ള ഈ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ സംബന്ധമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. സംശയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. ICCയുടെ കീഴിൽ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടീംസിന് വരാനുള്ള ചാൻസ് ഇല്ല, അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു സങ്കടമായി പോയി. കാരണം നമ്മോട് പറഞ്ഞിട്ടുള്ള ICCയുടെ കീഴിൽ തന്നെയാണ് ഈ ഒരു ക്രിക്കറ്റ് ടീംസ് എന്നുള്ള. അങ്ങനെ സംശയം, എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഹാൻഡിലുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, നേരെ ICCയുടെ ഒരു കോച്ച് ഉണ്ട്, എനിക്ക് തോന്നുന്നു പേര് സന്തോഷ് എന്നോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ബെൽജിയം ടൂർണമെന്റ് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ ടീമിനെ, അതായത് നമ്മുടെ ലീജ് റെഡ് ലയൺസ് എന്ന് പറയുന്ന നമ്മുടെ ടീംസിന്റെ പേരും അതിലുള്ള കംപ്ലീറ്റ് ആളുടെ ലീസ്റ്റും കൂടി പറഞ്ഞു. നമ്മൾ ടീമിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു ഉയരങ്ങളിലേക്ക് നമ്മുടെ ടീം എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു ടീംസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, ഒന്നും നോക്കണ്ട, വേഗം ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പൊ കിട്ടിയ ചാൻസ് ആണെന്ന് പറഞ്ഞത്. കാരണം അത്രത്തോളം ടോപ്പ് ലെവലിലേക്ക് നമ്മുടെ ക്രിക്കറ്റ് ടീംസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ബെൽജിയൻ ടൂർണമെന്റോട് കൂടി മാത്രം അവസാനിക്കുന്നില്ല. ദുബായിൽ വരുന്നുണ്ട്, പോർച്ചുഗലിൽ വരുന്നുണ്ട്. ഇങ്ങനെ ടൂർണമെന്റുകൾ ഈ ഒരു വർഷം കൊണ്ട് 2-3 ടൂർണമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടീംസിന്റെ പവർ മനസ്സിലാവണമെങ്കിൽ ക്രിക്കറ്റ് സംബന്ധമായിട്ട് ആർക്കെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞ കുറച്ച് സൈറ്റുകളെ എടുത്തു നോക്കിയപ്പോൾ അവിടെയൊക്കെ ICCയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ICCയുടെ അണ്ടറിൽ വരുന്ന ഒരു ടൂർണമെന്റ് തന്നെയാണ്. അതോടുകൂടി നമ്മളെ സന്തോഷം വർദ്ധിച്ചു. കാരണം അംഗീകൃതമായിട്ടുള്ള ആർക്കും, ഏത് ആളോടും, എത്ര ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ആളോടും തല ഉയർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന
ഒരു ടീം തന്നെയാണ് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള ടെസ് സ്പോർട്സ് എന്ന് പറയുന്ന ക്ലബിന്റെ താഴെ ഉള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ലീച്ച് റെഡ് ലയൺസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഞാനിത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇന്ന് ക്രിക്കറ്റ് ടീംസിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ള സത്യം. ഇനി നമുക്കറിയാം, നമുക്ക് പിന്നെ പാർട്ണറായിട്ട് വരുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നത് സുരേഷ് റൈന, അതുപോലെ തന്നെ വരുൺ ധവാൻ ഒക്കെയാണ്. അതിനൊക്കെ പുറമെ ഒരാളും കൂടെ മിക്കവാറും ഒന്നുകിൽ നമ്മൾ അംബാസഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ണറായിട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ആ പേര് എന്നോട് പറയരുത് എന്ന് ഇന്നലെയും രഞ്ജി സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് എന്തായാലും, മലയാളികൾക്ക് പൊതുവെ പിന്നെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര ഒരു വലിയ സംഭവമായിട്ട് കാണാറില്ല. അതുപോലെ തന്നെ ഔട്ട് ഓഫ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വലിയ സംഭവമായിട്ട് കാണാറില്ല. പക്ഷെ മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സെലിബ്രിറ്റി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് വളരെ കുറഞ്ഞ ദിവസത്തിനിടയിൽ നമുക്കൊക്കെ അത് കേൾക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും, മറ്റുള്ള പ്രൊജക്റ്റുകളൊന്നും നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട. നമ്മുടെ ക്രിക്കറ്റ് ടീംസിന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ ക്രിക്കറ്റ് ടീംസിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് സൈറ്റ് വഴി അല്ലെങ്കിൽ ഗൂഗിൾ വഴി, നമ്മൾ സാധാരണ ഗൂഗിൾ എന്നാ പറയാ, ഇപ്പോൾ അതൊക്കെ മാറി ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെയാണ് പറയാ. ഇനി നമ്മുടെ സ്വന്തം ചാറ്റ് GPT, നമ്മുടെ സ്വന്തം ടെസ്റ്റ് ചാറ്റ് അതിലേക്ക് എടുത്തു നോക്കിയിട്ടാണെങ്കിലും ഈ ഒരു ബെൽജിയൻ ടൂർണമെന്റിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് വോയിസ് ആയിട്ടോ ടൈപ്പിംഗ് ആയിട്ടോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അതിൽ കിട്ടും. നമ്മുടെ ടീംസ് ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ഓണേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും. ഈ കാര്യം മാത്രം മതി നിങ്ങൾക്ക് ഒരു പ്രൊമോട്ടിങ് നടത്താൻ വേണ്ടിയിട്ട്. ഇവിടെ മാനേജ്മെന്റിന്റെ കുറച്ച്, ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്പോർട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് ടീംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ മാത്രം നമ്മൾ ഒതുങ്ങുന്നില്ല. എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. അതിൻ്റെ പേപ്പേഴ്സ് വർക്കുകളും നമ്മൾ എപ്പോഴും പറയും, മാനേജ്മെന്റിന് ഞങ്ങൾ ടോപ്പ് 8 പറയുന്ന കാര്യമാണ്, മാനേജ്മെന്റിന് നമ്മൾ എന്ത് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല എന്നുള്ളത്. സത്യത്തിൽ സമയമില്ല, നമുക്കത് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവർക്ക് സമയമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഡിവിഷനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു എന്നുള്ള. അതോടുകൂടി ഇനി നമ്മളെ ഈ ടെസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ ആർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരില്ല. അതിയായ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഫസ്റ്റ് വിഡ്രോവൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ വിഡ്രോവൽ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് $1 വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ, വെറും $1 കേട്ടോ, $1 ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ വിഡ്രോ ചെയ്തത്. $2. ആ $2 ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ വിഡ്രോ ചെയ്യുന്ന $200 ആയിട്ട് മാറണമെന്നുള്ളത്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന $200 അല്ല, ഇന്ന് വിഡ്രോ ചെയ്യുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളോട് പറയാറുണ്ട്, ഡോൺ പിന്നിൽ എത്തിക്കഴിഞ്ഞാൽ 1% നമുക്ക് ടോട്ടൽ ടേൺ ഓവറിന്റെ 1% നമുക്ക് കിട്ടുന്നുള്ളൂ. അത് മേടിച്ചിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഒരു മാസം നമുക്ക് ഈ ടോപ്പ് 8 കിട്ടുന്നത് ചെറിയ സംഖ്യയൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു എമൗണ്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിലേക്ക് എത്താൻ പറ്റും. കാരണം ഡോൺ പിന്നിലേക്ക് ഞങ്ങൾ മാത്രമല്ല, നുസ്രത്ത് മാഡം കയറാൻ പോകുന്നു. വളരെ കുറഞ്ഞ ഒരു ബിസിനസ് വോളിയം മാത്രമേ ബാലൻസ് ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളുടെ മണിസാറിന് എല്ലാവർക്കും അറിയാം, അന്ന് കോയമ്പത്തൂർ വെച്ചിട്ട് ഒരു തമിഴിൽ സംസാരിച്ചിരുന്ന വ്യക്തി, അദ്ദേഹം ഡോൺ പിന്നിലേക്ക് കയറാൻ പോകുന്നു. ഡോൺ പിന്ന് എത്താൻ കഴിയോ എന്ന് ചോദിച്ചിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. 2 മാസം തികയോ, 3 മാസം തികയോ, 6 മാസം തികയോ, ഈ റാങ്കുകളൊക്കെ ആര് അച്ചീവ് ചെയ്യും എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോൺ പിന്നിലേക്ക് തന്നെ 3 ടീംസ് കയറാൻ പോകുന്നു എന്നുള്ള അതിയായ സന്തോഷം കൂടി അറിയിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടീംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് 8 ഞങ്ങളുടെ ചങ്കായിട്ടുള്ള ആളുകൾ നിങ്ങളോട് പറയും. ഞാൻ ഈ മൈക്ക് രഘുവട്ടന് ഖലീലിന് ഞാൻ കൈമാറുന്നു. ഖലീൽ ഭായ്, സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. എന്തെല്ലാവരും വിശേഷമൊക്കെ? എന്തായാലും വിജയിക്കാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പ് 8 വക അഭിനന്ദനങ്ങൾ. ഇവിടെ ഈ 8 ആളുകളും
നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഹിസ്റ്ററികൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഥകളാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ആളുകളോട് സംവദിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ കഴിവ് തെളിയിച്ച ആളുകളൊന്നല്ല. വെറും സാധാരണക്കാരായിട്ടുള്ള 8 ആളുകളാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. അതിൽ 1-2 ആളുകൾ മാത്രമാണ് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ട് നമ്മളെ മുന്നിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പ്രവാസികളും അതേപോലെ തന്നെ ഒരു ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് വേൾഡിൽ തന്നെ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ടെസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര തീവ്രമായിട്ട് അതിനെ ഏറ്റെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റും പറയാനില്ലാതെ നമ്മളെ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒരുപാട് ക്യാഷ് ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോകുമ്പോൾ വ്യക്തമായ പ്രോജക്റ്റുകൾ അതിൻ്റെ ടൈം ലൈനിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്നൊരു കമ്പനിനെ നമ്മളെ മുന്നിൽ കിട്ടിയപ്പോൾ അത് ആ തുടക്കത്തിൽ തന്നെ വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്തു എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ടോപ്പ് 8 നിങ്ങളുടെ മുന്നിൽ വളരെ കളർഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ഇവിടെ മാറിയത്, ഞങ്ങളെ തീരുമാനങ്ങളാണ് മാറിയത്. കാരണം എന്താ വെച്ചാൽ മുൻകാല അനുഭവങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുന്ന ഓരോരോ ടോപ്പ് 8 അംഗങ്ങളാണെങ്കിലും അവരിന്ന് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മൾ ഒരു മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നും ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. മറിച്ച് നമ്മളെ ചിന്തകളൊന്നും മാറ്റി നമ്മളെ തീരുമാനങ്ങളൊന്നും മാറ്റി ഈ ഒരു പ്രോജക്റ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഇന്ന് ഇത് ലൈഫിന്റെ ഒരു പാർട്ടാണ്. മറ്റുള്ള ഒരു സംഗതിക്കും പോവാതെ തന്നെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ടോപ്പ് 8 എന്നുള്ള ഓർഗനൈസേഷൻ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യലും അതുപോലെ തന്നെ ലൈഫിലെ വീടുണ്ടാക്കലാണെങ്കിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഏറ്റവും മുഹൂർത്തമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് അവരൊക്കെ ഒന്ന് കടക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കടക്കാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കമ്പനിയോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആ രീതിയിൽ ആവാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 2027 ആകുമ്പോൾ കമ്പനിയുടെ മൊത്തം പ്രോജക്റ്റുകൾ ലൈവായി വരുന്ന സമയത്ത് വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേഷൻ നടക്കുക എന്ന് പറഞ്ഞത് നടക്കാത്തൊരു കാര്യമാണ്. ആ സമയത്ത് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ അതിന്റെ മുന്നുള്ള ഒരു സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് കാര്യങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോജക്റ്റിലേക്കുള്ള ഒരു കമ്മിറ്റഡ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ പബ്ലിക്കിലേക്ക് ഈ ഒരു സംഗതി കൊണ്ടുപോകാനുള്ള സ്റ്റെപ്പ് ആണെങ്കിലൊക്കെ അതിനൊരു കമ്മിറ്റഡ് കമ്മ്യൂണിറ്റി വേണം. നമ്മളെപ്പോലുള്ള ആളുകൾ ടെസ്റ്റിൽ ജോയിൻ ചെയ്യുകയും അത് 4 ആളുകളോട് പറയുകയും ആ ഒരു മാർക്കറ്റിനെ വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു വർഷം കൂടി കഴിയുമ്പോഴത്തേന് എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കിയ ആളുകൾക്കുണ്ട്. അപ്പോൾ നേരത്തെ ഇതിന്റെ പ്രോജക്റ്റുകൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരാളുടെ മുന്നിൽ ഈ ഒരു പ്രോജക്റ്റ് കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ ടെസ്റ്റ് വേഴ്സ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിൽ ഡെക്സ് ആപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ചാറ്റ് ആണെങ്കിലും അതേപോലെ മറ്റേ ജാക്ക് ബോട്ട് ആണെങ്കിലും നമ്മൾ ICOയുടെ കോയിന്റെ പീരീഡിനെ കുറിച്ചാണെങ്കിലും എയ്ത്തറിനെ കുറിച്ചാണെങ്കിലും ടോട്ടൽ ഗെയിമിനെ കുറിച്ചാണെങ്കിലൊക്കെ 1 by 1 നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവ് എന്നുള്ളൊരു സംഗതി ഇല്ല. അവിടെ ആ ഒരു പ്ലാന് ക്ലോസ് ആവാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൺസെപ്റ്റുകളിൽ മുങ്ങിക്കുളിച്ച് അല്ലെങ്കിൽ അതിൽ കാശ് പോയ ആളുകളുടെ അനുഭവങ്ങളാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അപ്പൊ അതിൽ എന്താണോ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു പ്രോജക്റ്റിനെ നെഞ്ചോട് ചേർത്ത് ലൈഫിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതിൽ വളരെ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടോപ്പ് 8 എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനെ ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറം ഈ ഒരു പ്രോജക്റ്റിനെ എത്തിക്കാനും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള എല്ലാ അച്ചീവ്മെന്റും ഇതിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ക്ലാരിറ്റി ഉള്ള കാര്യമാണ്. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. രഘുവേട്ടാ, യെസ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്
ഇന്ന് നമ്മളെ പ്രോജക്ട് ടെസ്റ്റിന്റെ ഫസ്റ്റ് സെലിബ്രേഷൻ ആഘോഷിക്കുന്നു നമ്മൾ. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകളും നേരുന്നു. എന്തായാലും ഞാൻ ഈ ഫ്ലാഷ് ബാക്ക് ഒന്നും പറഞ്ഞിട്ട് ആരെയും ഇമോഷണൽ ആക്കുന്നില്ല. കാരണം എന്നും നമുക്കതാവുമ്പോൾ ഒരു ആവർത്തന ദിവസമാവും. എന്നാൽ പോലും നമ്മൾ വന്ന വഴികൾ പറയാതെ ഇരിക്കാൻ വയ്യല്ലോ. ഒരു വർഷം പിന്നിട്ട വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഇന്ന് കാണുന്ന ആ പുഞ്ചിരി അല്ല അന്നുണ്ടായിരുന്നത്. നമ്മളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വർഷം മുന്നേ ഒരു കമ്പനികൾ, ഏത് കമ്പനികളായാലും അതിന്റെ നേരത്തെ ഷാഹിൻദർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പനികൾ വരുന്നു, അതിന്റെ ഒക്കെ പൊളിഞ്ഞു. അതുപോലെ തന്നെ ഖലീൽ ഭായ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പനികൾ വരുന്നു, അടിച്ചു മാറ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇരിക്കുന്ന സമയത്ത് എത്ര നല്ലൊരു പ്രൊജക്ട് വന്നാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിരുന്നു. ആ റിസ്ക് ഉള്ള സമയത്ത് പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് പല ആളുകളെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ച മാനസികമായുള്ള പീഡനങ്ങൾ ചില്ലറയൊന്നല്ല. എന്തായാലും ഞങ്ങൾ എല്ലാവരും 8 പേര് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. നമ്മളെല്ലാവരും ഇതിലൂടെ തന്നെ എത്ര റിസ്ക് എടുത്താലും നമ്മൾ വിജയിക്കും. അന്ന് ഒരു പ്രോജക്റ്റ് പോലും നമുക്ക് കാണിച്ചു കൊടുക്കാറില്ല. ഇന്ന് വലിയ വലിയ ലീഡേഴ്സ് അടക്കം, ഇന്ന് മറ്റു മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മെയിൻ ലീഡേഴ്സ് വരെ നമ്മളെ സമീപിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാനേജ്മെന്റും നമ്മളെ ടോപ്പ് 8 എന്നുള്ള ഓർഗനൈസേഷനും എത്രത്തോളം സ്ട്രഗിൾ എടുത്തുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് നമ്മളെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ നുസ്രത്ത് മാഡത്തിനോടാണ്. പല മേഖലകളിലൂടെ സഞ്ചരിച്ച് ടോപ്പ് 8 നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങളിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളെയൊക്കെ ഒരു നേട്ടമാക്കിയിട്ടാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത്. കാരണം ആ അതൊക്കെ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ കയ്യിലെത്താൻ കാരണം. ഞങ്ങൾ മുന്നേ ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നുസ്രത്ത് മാഡത്തിനെ ഈ ഒരു ഇതിൽ കാണാൻ കഴിഞ്ഞത്. ആ വീഴ്ചയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് കരകയറാനുള്ള ഒരു അവസരം നുസ്രത്ത് മാഡമായിട്ട് എത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാവുന്നു എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാനത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് ഒരു അവസരം കിട്ടിയത് ഈ ഒരു രീതിയിലായതുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, പിന്നിട്ട വഴികളിൽ ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കുക, ഞങ്ങൾ എടുത്തതിന്റെ 10% അല്ല, 1% പോലും നിങ്ങൾക്ക് റിസ്ക് ഇല്ല. കാരണം അത്രത്തോളം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോലും നേരം ഇല്ലാത്തൊരു ഇതാണ്. നമ്മൾ ഓരോ പല മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അവർ ആ മുഖത്ത് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ മിനിഞ്ഞാന്ന് പെരിന്തൽമണ്ണ വെച്ചൊരു പ്രോഗ്രാം കാണുമ്പോൾ വലിയൊരു ടീമായിട്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുക. അപ്പൊ അവരൊക്കെ വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ നേർക്ക് നേരെ ഇരുന്നിട്ട് അടിച്ചിട്ട്, അതായത് നമ്മളെ പദം വിട്ടിട്ട് എന്നുള്ള രീതിയിലാണ് വരിക. പക്ഷെ നമ്മളെ പ്രോജക്റ്റും നമ്മളെ കാര്യങ്ങളും മാനേജ്മെന്റും നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അവരവിടെ ക്ലോസ് ആണ്. അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മളെ കമ്പനി എടുത്ത തീരുമാനങ്ങൾ തന്നെ. നമ്മളെ മാനേജ്മെന്റ് എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം, ഞാൻ സാറിനോട് ഇപ്പൊ ഇന്നലെ രഞ്ജിത് സാറോട് ചോദിച്ചു, ഏതാണ് സാർ ഇപ്പൊ നമ്മളെ വണ്ടി ഉപയോഗിക്കുന്നത്? നമ്മളെ പഴയ വണ്ടി തന്നെ സാറേ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മാനേജ്മെന്റ് ആയാലും നമ്മൾ ആരായാലും ആ ഒരു രീതിയിൽ നമ്മളെ നാട്ടുകാരുടെ പൈസ എടുത്തിട്ട് എല്ലാവരും ഇതൊന്നും ചെയ്യുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ക്രിക്കറ്റ് ടീമിനെ പർച്ചേസ് ചെയ്ത് നമ്മളെ ഈ അഫിലിയേറ്റിൽ നിന്ന് എടുത്തുള്ള കാശ് കിട്ടുന്നതാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതൊന്നല്ല, നമുക്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും അഭിമാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു നെറ്റ്വർക്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 10-20 വർഷമായിട്ട് പ്രോഡക്റ്റ് ബേസിലും മറ്റുള്ള കമ്പനിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലുള്ളവർ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടിയത് നമ്മൾക്ക് മുൻജന്മ സുഹൃതം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു മാനേജ്മെന്റിന് കിട്ടുക, നമ്മൾ ഇത്രത്തോളം പ്രോജക്റ്റുകൾ ഒരു കമ്പനിയിൽ വന്ന് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം. നമ്മള് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് വിഷമങ്ങൾ ഇതൊക്കെ ദൈവമായിട്ട് നമുക്ക് തന്നതാണ്. ഇനി നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാറാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമ്മൾ മുമ്പിൽ എത്തിച്ചു നമ്മളാണ്. അപ്പൊ എല്ലാവരും അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ എല്ലാവരും ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഈസ്റ്റർ കൂടിയാണ്. എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും വരെ, നമ്മളിപ്പോ ഒരു വർഷമായി, നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ടോപ്പ് 8 സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫീൽഡിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാൽ പോലും നിങ്ങളുടെ ഓരോ ഉയർച്ചയ്ക്കും ഇന്ന് ഈ ഇരിക്കുന്ന മീറ്റിംഗിൽ ഇരിക്കുന്ന പല ആളുകളും ഈ പ്രോജക്റ്റിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ആളുകളാണ്.
എന്നാൽ പോലും നിങ്ങളുടേതായ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എന്തൊക്കെ നേടുന്നതോ അതൊക്കെ നേടിത്തരുവാനും ഞങ്ങൾ ഇന്നും ഫീൽഡിലുണ്ട്, നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ ഒരാളായി ഈ 8 പേരും നിങ്ങളുടെ കൂടെ ഒരു കൂടപ്പുറപ്പായിട്ട് കൂടെ എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. രാജുവേട്ടാ. ഓക്കെ. ഗുഡ് മോർണിംഗ്. വണ്ടർഫുൾ. ഹാപ്പിയിലാണ് ഇപ്പൊ എല്ലാവരും. നമ്മള് പ്രൊജക്ട് ടെസ്റ്റിന്റെ കൂടെയുള്ള എല്ലാവരും വളരെ ഹാപ്പിയിലാണ് ഇപ്പൊ. ഞങ്ങളെ കയ്യിൽ ഈ ഒരു പ്രൊജക്ട് ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ റിജക്ട് ചെയ്ത ആൾക്കാരാണ്. നിങ്ങളെ പോലെ തന്നെ പല നെറ്റ്വർക്കും നമ്മൾ ചെയ്തിട്ട് നമ്മൾ പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളത് ആ ഫസ്റ്റ് മീറ്റിംഗ് കേട്ടപ്പോൾ അന്നൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. സൂമിൽ മീറ്റിംഗ് നമ്മൾ കേട്ട ഉടനെ നമുക്കിത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയത്. പക്ഷെ നമ്മൾ അവരുടെ കൂടെ ഫിസിക്കൽ മീറ്റിംഗ് ഇരുന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൈ കൊടുത്തത്. ആ ഒരു നിമിഷമൊക്കെ ഇപ്പൊ ആലോചിച്ചു പോവുകയാണ്. അന്നത്തെ ആ ഒരു പ്ലാമന്തോളൊരു ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളൊരു ആ ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം തികയാണ്. അപ്പോ വളരെ സന്തോഷം. ഇന്നിപ്പോ നമ്മള് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളുകൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഇരിക്കുന്നത്. അതായത് ഈ ഒരു പ്രൊജക്ട് കൈ കിട്ടിയ സമയത്ത് നമുക്ക് ഇത് എവിടെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയില്ല. എന്ന് വെച്ചാല് നമ്മളെ സമൂഹത്തിൽ ഒരുപാട് നെറ്റ്വർക്കുകൾ വന്നിട്ട് ആകെ കുളം കലക്കിയിട്ടൊരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഇത് എങ്ങനെ നമ്മളൊരു $50 ഒരു ബിസിനസ് പറയുമ്പോൾ തന്നെ നമ്മളെ റിജക്ട് ചെയ്തിരുന്ന സ്ഥലത്ത് 5 CR വരെ നമ്മൾ ക്ലോസ് ചെയ്ത അനുഭവങ്ങൾ ഉണ്ട് ഇപ്പോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു പ്രൊജക്ട് ഇന്ന് ലോകത്ത് തന്നെ ഒരു ക്രിക്കറ്റ് ടീമിനൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ ഈ പ്രൊജക്ട് ടെസ്റ്റിന് അല്ലാതെ വേറെ ആർക്ക് കഴിയും? അതും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വന്നൊരു കമ്പനി. അപ്പോ ജീവിതത്തിൽ നമ്മൾ എന്താ വെച്ചാല് ഇപ്പൊ ഞങ്ങളെ 8 ആൾക്കാരും അത് അത്യാവശ്യക്കാരായിരുന്നു. നമ്മൾ ആവശ്യക്കാർ മാത്രമല്ല, അത്യാവശ്യക്കാരായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ആൾക്കാർക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ നെഞ്ചോട് ചേർത്ത് വർക്ക് ചെയ്യുക. നമ്മളെ പ്രശ്നങ്ങളാണ് നമ്മളെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആള് വല്ലാതെ ഒന്നും ഇതിൽ ബിസിനസ് ചെയ്യൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളെ പ്രശ്നങ്ങളാണ് നമ്മളെ ഓടിക്കുക ഓരോ കാര്യത്തിനും, അല്ലെ? അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇന്ന് നേടിയ ഒരു വാഹനത്തിലാണ് ഇപ്പൊ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. അതുപോലെ വീടിന്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു അവസരം. ഇപ്പൊ ഗോവ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളത് നിസ്സാരമായി കാണണ്ട. നമ്മൾ മാനേജ്മെന്റ് പുതിയ പുതിയ ആൾക്കാർ, മാനേജ്മെന്റിനെ കാണാത്ത ആൾക്കാർ ഇതിലുണ്ട്. അവർക്ക് കാണാനുള്ള അവസരമുണ്ട്. നമ്മളെ ക്രിക്കറ്റ് ടീമിനെ കാണാനുള്ള അവസരമുണ്ട്. മലേഷ്യ ട്രിപ്പ് കൊണ്ടുപോകാത്തത് അതുകൊണ്ടാണ് ഇപ്പൊ ഗോവ ട്രിപ്പ് വെച്ച് എന്നൊക്കെ പല അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ 250 ആൾക്കാരെ ഹോട്ടലിൽ നിർത്തി താമസിച്ചിട്ട് ആ ഒരു 4-5 ദിവസം അങ്ങനെ കൊണ്ടുപോകാൻ ആർക്കെങ്കിലും പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ടാണ്. അത് നമുക്ക് ആ ഒരു പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കൊണ്ടുപോകും. മാനേജ്മെന്റ് കൊണ്ടുപോകാത്ത ആള് നമ്മളിപ്പോ തായ്ലാന്റ് പോയി, മറ്റേ ശ്രീലങ്ക പോയി, അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടുള്ളതല്ലേ. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊന്നും ആരും വേണ്ട. നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു അവസരം അത്രയും 100-ൽ 100 പെർഫെക്റ്റ് ആണ് സംഭവം. അപ്പൊ നമ്മൾ എന്തായാലും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാക്കുക. അപ്പോ ഇതിലിപ്പോ മറ്റേ മാനേജ്മെന്റ് കൂടെ ഇരുന്നപ്പോ മറ്റേ ആന്ധ്ര ടീം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഇതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലും പല ആൾക്കാരും ഇപ്പോഴും ഇതിൽ പ്രൊജക്റ്റിൽ കയറി ഇരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ അത് ഇപ്പൊ ഷാഹിൻ ഭായി പറഞ്ഞപ്പോ അത് ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് പറയുന്നത്, വെറുതെ പറയുന്ന കാര്യങ്ങളല്ലെന്നൊന്നും. അപ്പൊ നമ്മള് 100% വിശ്വസിച്ച് കമ്പനിയുടെ കൂടെ നിൽക്കുക, നല്ല നല്ല അച്ചീവ്മെന്റുകളൊക്കെ നേടുക. കൂടെ അതായത് 100% നിങ്ങൾ വിശ്വസിക്കുക കമ്പനീനെ. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല. നമുക്കറിയാം നമ്മളെ കമ്പനിയുടെ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്. ഇന്നിപ്പോ 8ഓളം പ്രൊജക്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി വരാൻ കിടക്കുന്ന ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ വിസിബിൾ ചെയ്ത് നിൽക്കുകയാണ്. ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഇന്നിപ്പോ ഏകദേശം 30 കോടിയുടെ മേലേക്ക് എത്താൻ പോവുകയാണ് കമ്പനി. ഒരു ദിവസം ഇപ്പൊ ഈ അതായത് ഇപ്പൊ ഒരു വർഷം തികയാ, ഒരു ദിവസം പോലും നമുക്ക് പെൻഡിങ് വന്നിട്ടില്ല വിഡ്രോവല്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് കമ്പനിക്ക് അതൊക്കെ പറയാൻ പറ്റുക? ഒരു ദിവസം പോലും പെൻഡിങ് വന്നിട്ടില്ല. അപ്പൊ ആ സ്ഥലത്താണ് നമ്മൾ പ്രൊജക്ട് ടെസ്റ്റ് ഒക്കെ നമ്മൾ എന്താ പറയാ നെഞ്ചോട് ചേർത്ത് വർക്ക് ചെയ്യണം. നമുക്ക് മാത്രമല്ല, നമ്മളെ സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവര് റിജക്ട് ചെയ്യും. ഈ വന്ന അതിലുള്ള ടെസ്റ്റിലുള്ള എല്ലാവരും റിജക്ട് ചെയ്ത ആൾക്കാർ തന്നെ. നമ്മളും റിജക്ട് ചെയ്തിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും റിജക്ട് ചെയ്യും. പക്ഷെ അവരെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ബിസിനസ് ആക്കി മാറ്റണം. അപ്പൊ എല്ലാവർക്കും ഇതിലൂടെ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു. റഫീഖ് ഭായ്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇന്ന്
ഞങ്ങൾക്കല്ല, നമ്മൾക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മളെ 1 ഇയർ ആയി പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്രത്തോളം ഞങ്ങളൊക്കെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരൊറ്റ വർഷം കൊണ്ട് ഞങ്ങളെ ചിത്രങ്ങളൊക്കെ മാറി തുടങ്ങിയത്. സത്യത്തില് ഈ എന്താ പറയാ, അന്ന് ഞങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം അതിന് ആദ്യം തന്നെ ഞാൻ എന്താ പറയാ, പടച്ചവനെ കൊണ്ട് എന്ന് വെച്ചാൽ ഈശ്വരനോട് താങ്ക് ഗോഡ്. കാരണം ഞങ്ങളെ കൊണ്ട് അന്ന് ഇത് എടുക്കാൻ ഉള്ള മനസ്സ് ഉണ്ടാക്കി തന്ന, എടുക്കാൻ തോന്നിപ്പിച്ച പടച്ചവനോട് താങ്ക്സ്. അതേപോലെ ഇത് ഞങ്ങളെ കയ്യിൽ കൊടുന്നു തന്ന നുസ്രത്ത് മാഡം, എത്ര അവരോട് നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരില്ല. കാരണം അത്ര ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയല്ല. കാരണം ടോപ്പ് 8 ഇതിലൊരുപാട് ആൾക്കാർ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞിട്ടില്ല. കാരണം ഇമോഷണൽ വേണ്ട എനിക്കാണ്. കാരണം എല്ലാവർക്കും പറയാണ്ട് ഒരുപാട് കഥകൾ. പക്ഷെ അതൊന്നും ഇപ്പൊ ഈ സാഹചര്യത്തിൽ പറയുന്നില്ല. ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നുസ്രത്ത് മാഡം, അതേപോലെ തന്നെ നമ്മളെ മാനേജ്മെന്റ് 3 പേര്, കെവിൻ സാറ്, സെയിൻ സാറ്, അബൂക്ക, ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാത്രി ഏകദേശം ഒരു 9 മണിക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റിലെ ആ വിഡ്രോവൽ കൊടുത്ത് ആ $2. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ആ സ്ഥാനത്ത് 30 CR അടുത്ത് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഒന്നുകൂടി ചിന്തിക്കേ. കാരണം അടുത്ത ഈ വർഷം ആകുമ്പോഴത്തേനും എത്രത്തോളം ആയിരിക്കും കമ്പനിയുടെ ആ പേ ഔട്ട് വിഡ്രോവല്. അപ്പൊ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളിത് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ്. ഇന്നലെ നീതു മാഡം പറഞ്ഞു ഈ ടോപ്പ് 8 ഇതിന്റെ ക്ലൈമാക്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതെ, ഞങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ഇന്ന് അത് അത്രത്തോളം ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പാവങ്ങളിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജക്ട് പോലും കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം വരും എന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ ഇന്ന് ആ സ്ഥാനത്ത് എന്താ പറയാ 10-15 പ്രൊജക്ടുകൾ ഓൾറെഡി ലൈവാണ്. ഇപ്പൊ അവസാനം വന്ന ക്രിക്കറ്റ് ടീം തന്നെ നമ്മൾ ചിന്തിക്കണക്കായ അപ്പുറമാണ് സുഹൃത്തുക്കളെ നമ്മളെ കയ്യിലിരിക്കുന്ന ബിസിനസ്. അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. ഇപ്പോഴും ഉണ്ട്. ഈ പലരോടും നമ്മൾ ബിസിനസ് പറയുമ്പോൾ നമ്മുടെ ടീമിലുള്ള പലരും വന്ന് പറയും നെഗറ്റീവാ പറഞ്ഞെന്ന്. ഇത് പൊട്ടും അതാകുന്നു. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ ഇപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുക ആദ്യം, അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, ടീമിനോട് സംസാരിക്കുക. എന്തായാലും ഈ ഒരു സന്തോഷവേളയിൽ എല്ലാരോടും താങ്ക്സ്. കാരണം ഇത് അതേപോലെ തന്നെ ഈ മോർണിംഗ് വൈബ് നിലനിർത്തി സ്റ്റാർട്ട് ചെയ്യാൻ കാരണക്കാരായ 3 വ്യക്തികളുണ്ട്. അവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളെ സുനിൽ സാറ്, KK, പോൾ സാറ്, അതേപോലെ ഇനിയും സംസാരിക്കാനുണ്ട് 2-3 പേര്. അപ്പോ ഇനി അടുത്ത ദിവസം വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇനി ഒന്നുകൂടി ഞാൻ പറയാണ്, നിങ്ങൾ ഇത് നെഞ്ചോടെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും മുഖത്തും ചിരിയൊന്നും കാണുന്നില്ലല്ലോ? ബിജോയ് സാർ മാത്രം, ഫാത്തിമ മാഡം മാത്രം ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തർ ചിരി തുടങ്ങിയിട്ട്. താങ്ക് യു. എല്ലാവരും നല്ല ഈ കാലത്ത് തന്നെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇന്ന് നമ്മളെല്ലാരെയും ഒരു സന്തോഷ ദിനമായിട്ട് അല്ലേ, നേരിട്ട് കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷം തന്നെ ഉണ്ട്. ഇതേ സമയം ഒരു വർഷം മുന്നേ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് കരുതിയിട്ടിരുന്നൊരു സമയമായിരുന്നു. ദൈവത്തിന്റെ ഒരു കടാക്ഷം എന്ന് പറയാം അല്ലെ. നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമ്മളെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതേപോലെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം കുറെ മുഖങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം പ്ലാൻ പറഞ്ഞ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക, നമ്മുടെ അതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. ടോപ്പ് 8 മാത്രമൊന്നല്ല, ഇപ്പൊ ഇതിലിരിക്കുന്ന ഒരുപാട് പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഫസ്റ്റ് ടൈമില് നമുക്ക് പ്ലാൻ പറയാൻ പോകുമ്പോൾ
നമുക്കും മടിയായിരുന്നു പ്ലാൻ പറയാൻ പോകുമ്പോൾ അവരെടുത്ത്. എന്താ വെച്ചാൽ അവര് ഒരുപാട് പ്രൊജക്റ്റിൽ കൊണ്ടുപോയിട്ട് കാശ് കളഞ്ഞിട്ട് ഇനി ജീവിക്കാൻ വേറൊരു മാർഗമില്ല, അടവുകൾ കുന്നുകൂടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന ഒരു സമയത്ത് നമ്മളിത് പോയി പറഞ്ഞ് അവർ അക്സെപ്റ്റ് ചെയ്ത്, അതും ദൈവത്തിനോട് നന്ദി പറയാം നമുക്ക് എല്ലാവർക്കും. അന്ന് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഈ ലെവലിൽ ഇരിക്കൂല ആരും. എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഈ പറഞ്ഞ സിറ്റുവേഷനിലായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ പ്ലാൻ പറഞ്ഞിട്ട് റിജക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ഒരു പക്ഷെ അന്ന് അവർ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയുവാണെങ്കിൽ 100-ൽ 75% പ്രശ്നങ്ങൾ തീർത്തിട്ടാണ് ഇന്ന് ടെസ്റ്റിന്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ബിജു സാർ ഒരു ലൈക്ക് ഇട്ടു. ബിജു സാറിനെ പറയാം, ഇന്ന് നമുക്ക് ഒരു 6-7 മാസം മുന്നേ ഈ ബിജോയ് സാറിനെ കാണുമ്പോൾ ഈ ഇരിക്കുന്ന ബിജോയ് സാർ അല്ലായിരുന്നു, 6-7 മാസം മുന്നേ. പക്ഷെ ഇന്ന് ബിജോയ് സാർ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ T3 ആയിക്കോട്ടെ, നമ്മുടെ കൂടെ കട്ടയ്ക്ക് അവരുടെ ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഓടുമ്പോൾ നമുക്കൊരു സെക്ഷൻ കൊടുക്കാൻ, ഈ സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ഒരാളെ നമ്മൾ ടീമിൽ നോക്കിയിട്ട് ഒരാളെ ഏറ്റെടുക്കാൻ ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെ T3 ഞങ്ങളത് ചെയ്തോണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് കൊണ്ടാണ് ഇന്ന് 168 അല്ലേ ഇന്നത്തെ ഡേറ്റ് ടോട്ടൽ. ആ ഒരു ദിവസത്തേക്ക് 67 ഈ ഒരു ദിവസത്തേക്ക് എത്തിയത് ഒറ്റ കാരണം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ 3 പേരോടും ഞങ്ങൾ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഒരുമിച്ച് ഈ ഒരു പ്രൊജക്ടിന്റെ കൂടെ ഒരു ബഹുദൂരം മുന്നോട്ട് വന്ന ഒരുപാട് സ്ട്രഗിൾ അതിലുണ്ടായിട്ടുണ്ടാവും. എല്ലാവർക്കും, അത് ഓരോരുത്തരും എല്ലാവർക്കും ഞങ്ങളെ ഹൃദയത്തെ തട്ടി, ടോപ്പ് 8 ഹൃദയത്തെ പറ്റി നമ്മൾ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഭയമുണ്ടോ? എനിക്ക് തോന്നുന്നു ഭയമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? നമ്മൾ ഇത്രയും പ്രൊജക്റ്റുകൾ നമുക്കില്ലേ, ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് പറയാണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ റീസെന്റ് നമുക്ക് എല്ലാവരും മനസ്സിൽ നമ്മൾ എല്ലാവരോടും പ്ലാൻ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ട്, അല്ലേ? ഈ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു, ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു, നമ്മുടെ അതുപോലെ തന്നെ ടീം അംഗങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്നു, നമ്മുടെ ഗിഫ്റ്റ്സിനെ കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ ക്യാപ്റ്റനെ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നില്ലേ നമ്മള്? ഇതേപോലെ നമുക്ക് ദുബൈയിലും ഒരു ടൂർണമെന്റ് വരുന്നുണ്ട് ICC അണ്ടറിൽ തന്നെ. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ ഷൈൻ ബ്രോ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? ഇവിടെ ഏത് ടീമാന്ന് നിങ്ങൾക്ക് അറിയോ? ഏത് ടീമൊക്കെയാണ് അവിടെ കളിക്കുന്നത്? അവിടെ 4 ടീമൊക്കെ കളിക്കുന്നത്. ഈ 4 ടീം കളിക്കുന്നത്, ഒന്ന് മുംബൈ ഇന്ത്യൻസാ, ഒന്ന് റോയൽ ചാലഞ്ചേഴ്സാ, ഒന്ന് ഡൽഹി ക്യാപിറ്റൽസാ. നിങ്ങൾക്ക് അറിയോ? ഈ ഇപ്പൊ കളിക്കുന്ന ടീമിന്റെ പേര് ചേഞ്ച് ആയിട്ടുണ്ടാവും അവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കുറച്ച് ലോക്കൽ ടീമുമാണല്ലോ ദുബൈയിലെ ടീംസ്, മീൻസ് അംഗങ്ങള്, അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ കളി നടക്കുക. ഇതിന്റെ മാനേജർ, ഈ 3 ടീമിന്റെ മാനേജ്മെന്റ് ആരാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാണ്ടാവും. എന്താ വെച്ചാൽ ഫേമസ് ആളുകളാണ്. അവരെ അടുത്തിരുന്നിട്ട് നമ്മുടെ മാനേജ്മെന്റ്, അബുക്ക ആയിക്കോട്ടെ, രഞ്ജിത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കെവിൻ സാർ ആയിക്കോട്ടെ, അവരെ 3 ആളുകളുടെ ഇടയിലും, അതായത് ആ ഒരു 3 ടീമിന്റെ ഇടയിലും നമ്മുടെ 3 അംഗങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോ നമുക്ക് എത്ര പ്രൗഡ് ഉണ്ടാവും, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കിട്ടുമോ? ഇപ്പൊ നമ്മൾ കണ്ടതാ, ഈ 6 ടീം ബെൽജിയത്തില് അവിടെ ഓരോ അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ 3 ആളുകൾ, അല്ലെ? 4 ആളുകൾ, ഗിബ്സ് അടക്കം 5 ആളുകൾ, അല്ലെ? തീർച്ചയായിട്ടും ഇതുപോലൊരു മൊമെന്റ് നമുക്ക് കിട്ടോ? ഇനി ഇത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇനി പേടിയുണ്ടോ ഇവർ ഈ ഒരു പ്രൊജക്ട് പറയാൻ? ധൈര്യമായിട്ട് ഇന്നിപ്പോ നമ്മളൊന്നും സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പ്ലാൻ പറയുമ്പോൾ CR അല്ലാണ്ട് വായു തരുന്നില്ല. ഒരു 1000ന്റെ ഐഡിയ അടിക്കാൻ വന്നാലോട് CRന്റെ കണക്കാ വായന്ന് വരുന്നത്. അവരുടെ തലയിൽ നോക്കുക. പിന്നെ നമ്മളിത് ഓരോന്ന് എടുത്ത് കാണിച്ചു നോക്കുമ്പോൾ അവരെന്നെ ഞെട്ടിയിരിക്കുക. 1 ലക്ഷം അടിക്കാൻ പോകുന്നവന് 10 ലക്ഷം അടിക്കാൻ പോകുന്നവന് 1 കോടി അടിക്കാന്നാ പറയുന്നത്. ഞാൻ പഴയക്കൊന്നും പോണില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പിന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് രണ്ട് വാക്ക് ഞാൻ പറയാം.
ടെസ്റ്റ്. ഇപ്പൊ നേരത്തെ ഷാഹിൻ ബ്രോ പറഞ്ഞു നമ്മളെ ഗോവ ട്രിപ്പ്. ഈ ഗോവ ട്രിപ്പിന് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ഒരു ഇത്ര ആളുകളുണ്ട്, ഗോവ ട്രിപ്പ് എത്ര ആൾക്കാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്? നിങ്ങളൊന്നും വരണില്ലേ? ഇപ്പൊ നമുക്ക് ചുരുങ്ങിയത് ഒരു 25 പേരെ 30 പേരായിട്ട് ആയിട്ടുള്ളൂ. എത്ര പേരുണ്ട് ഈ ഒരു സെക്ഷനിൽ? നിങ്ങളൊന്നും ഗോവയിലേക്ക് വരണില്ലേ? നിങ്ങൾക്ക് സുരേഷ് റൈനനെ കുറിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ടേ? അല്ലെങ്കിൽ വരുൺ ധവാനെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ടേ? നമുക്ക് സ്റ്റാറ്റസ് ഇടണ്ടേ? ഈ സ്റ്റാറ്റസ് ഇട്ടാൽ നമുക്ക് ഒരുപാട് നമുക്ക് കോണ്ടാക്ട് കിട്ടല്ലേ? നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കൂലേ എന്താ സംഭവം എന്നുള്ളത്? ഇവിടെ എന്താ പറയാ, ഇവിടെ കുറെ ആളുകൾക്ക് ഇപ്പോഴും പേടിയോ എന്താണെന്നറിയില്ല. ഇപ്പൊ എന്താ നമ്മുടെ മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞത് കൊണ്ടായിരിക്കും ഈ നമ്മുടെ ഗോവ ട്രിപ്പ് അച്ചീവ് അത്ര മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഗോവ ട്രിപ്പ് ഉണ്ട്, ഇനി അടുത്തത് ഞാൻ മലേഷ്യ ട്രിപ്പ് ഉണ്ട്, ഇനി അടുത്തത് ഞാൻ ഫുക്കറ്റ് പോകുമ്പോ ഞാൻ എടുക്കാന്നാണോ ഉദ്ദേശിക്കുന്നത്? ആ ഇരുത്തുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ കമ്പനി ഓരോ അച്ചീവ്മെന്റ് കൊടുക്കുമ്പോഴും അത് അച്ചീവ് ചെയ്യാൻ നോക്കണം. ടോപ്പ് 8 അന്നൊരു ശബ്ദം എടുത്ത് ഇറങ്ങിയതാ. ഇപ്പൊ എല്ലാവരും പറഞ്ഞു ടോപ്പ് 8 എന്ന്. നിങ്ങളെപ്പോലുള്ള സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പോലും സംസാരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ ടോപ്പ് 8 ഇരിക്കുന്നുണ്ടാവുക. 1, 2, 3 ആൾക്കാർക്ക് സംസാരിക്കാൻ അറിയണ്ടാവും. ഞാനൊന്നും തീരെ സംസാരിക്കാൻ അറിയാത്ത ആളാ. ഞാൻ ഇപ്പൊ എന്തേലും സംസാരിക്കുന്നുണ്ട് ഇത് കിട്ടിയോണ്ടാ, അല്ലാണ്ട് ഞാൻ സംസാരിക്കൂല. എനിക്ക് സംസാരിക്കാൻ വലിയൊരു അറിവില്ല. ഇപ്പൊ ഞാൻ മുന്നേ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ കുറെ ആളോട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നല്ല, അത് എന്റെ കഴിവുകേടാണ്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോടൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് അറ്റാച്ച് സംസാരിക്കണം, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ലേഡീസിനോട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്യും. ഇനി ആ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഈ കുറഞ്ഞ ദിവസം നമ്മുടെ കമ്പനി ഏത് ലെവലിലേക്കാണ് കയറി പോകുന്നത് ഞാൻ പറയും. നമ്മളൊന്നും വേണ്ടിയല്ലേ കുറച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഇഷ്ടം പോലെ പുറത്തുനിന്ന് കസ്റ്റമേഴ്സ് വരും. നമ്മളൊക്കെ പുറം തള്ളിപ്പെടേണ്ട ഒരു ഗതി വരും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നമ്മൾ ഈ ലെവൽ കമ്മീഷനും ഈ റെഫറൽ മാച്ചും കിട്ടാൻ വേണ്ടിയിട്ടല്ല, റെഫറൽ കമ്മീഷനും കിട്ടാൻ വേണ്ടിയിട്ടാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഇതൊന്നല്ല ടെസ്റ്റിന്റെ ഇൻകം എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് കമ്പനി മാനേജ്മെന്റ് ഓരോന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പല കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി പറഞ്ഞു വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കമ്പനി ഉണ്ടോ, എഴുതി വെച്ചിട്ടുള്ള കമ്പനി ഉണ്ടോ? നിങ്ങൾ ആദ്യം രഞ്ജിത്ത് സാറ് സംസാരിക്കുമ്പോൾ രഞ്ജിത്ത് സാറ് സൂമിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ രഞ്ജിത്ത് സാറിനോട് പറയാം ജസ്റ്റ് ബാക്ക് ക്യാമറ ഒന്ന് ഓണാക്കാൻ പറയാം, എന്നിട്ട് ചുമരിൽ ഇങ്ങനെ കാണിക്കാൻ പറയാം. മൂപ്പര് കാണിച്ചു തരും കമ്പനിയുടെ വിഷനും മിഷനും. മൂപ്പരെ വീടിന്റെ ചുമരുമ കംപ്ലീറ്റ് എഴുതി വെച്ചേക്കുക. അതിൽ ടോപ്പ് 8ന്റെ പേരുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, എഗ്രിമെന്റ് വരെ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കാൻ പറ, മൂപ്പര് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നേരത്തെ ഷാഹിൻ ബ്രോ പറഞ്ഞ് വരുൺ ധവാനെ കുറിച്ചിട്ടും സുരേഷ് റൈനെ കുറിച്ചിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ എടുക്കേണ്ട കാര്യം അതുകൊണ്ട് കഴിഞ്ഞു. നമ്മൾ ഹനുമാൻ കൈനിനെ വെച്ചിട്ട് നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കറിയോ? ആ ഒരു പ്രോഗ്രാമില് നമ്മൾ ടിക്കറ്റ്, അതായത് നമ്മൾ ഒരു വലിയ പ്രോഗ്രാമിൽ ടിക്കറ്റ് എടുത്താൽ കയറും അല്ലേ? ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് വേണം. ടെസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് എവിടെ എത്തും? നമ്മുടെ ഒരു പ്രൊജക്റ്റാ. നിങ്ങൾ പല ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇതേപോലൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരും ഈ ടോപ്പ് 8 എങ്ങനെയാണോ ഇറങ്ങിയത് ഇതേപോലെ ഇറങ്ങിയിട്ട് നിങ്ങൾ ബിസിനസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ടോപ്പ് 8 അല്ല, ടോപ്പ് 8ന്റെ അപ്പുറത്തേക്ക് ഒരു 8 ഉണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളോട് ഉള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയാം. അപ്പൊ ഇതേപോലെ ഞാൻ കുറെ സമയം എടുക്കുന്നുണ്ട്, ഇനി ആളുകൾ സംസാരിക്കണ്ടേ. അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നല്ല രീതിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഈ കഷ്ടപ്പാട് ഇനി ഇവിടുന്ന് അത്ര ഉണ്ടോ? നമ്മൾ ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 6 മാസം മുന്നത്തെ പോലെയാണ് ഇപ്പൊ എത്ര സുഖം നമുക്ക് ബിസിനസ് പറയാന്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 3 ആളുകളെ കാണിച്ചു കൊടുക്കാനുണ്ട് അല്ലെ? ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ട്രേഡിംഗ് ഉണ്ട് എന്ന് പറയാനുണ്ട്. ഇവിടെ സുഖസുന്ദരമായിട്ട് ഒരു കയ്യിൽ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് വേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ സമയം കിട്ടണില്ല. അത്രയ്ക്കധികം പറയാണ്ട്, പ്ലാൻ പറഞ്ഞാൽ എണീറ്റ് പോകും, അത്രയധികം പറയാണ്ട് നമുക്ക്. ആ ഒരു സ്ഥിതി വിശേഷത്തിൽ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി മടിച്ചു നിൽക്കാതെ
ഗോവ ട്രിപ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ച 100% ഉണ്ടാവും. ഈ ഒരു കമ്പനിയിൽ നിന്ന് ഇൻകം നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വരും. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇൻകം കുറവ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും മാറുന്നുണ്ട് അല്ലെ? ഈ ആളുകളൊക്കെ ഇപ്പൊ തിരിച്ചു വന്നില്ലേ? അവര് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയിട്ട് 5, 6, 7 കമ്പനി ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയൊക്കെ ഇപ്പൊ നിലവിലില്ല. ആ അതിൽ പോയ ആളുകളും അവര് ക്ഷണിച്ച ആളുകളും കമ്പനി ക്യാഷ് പോയി. പ്രൊജക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൊജക്ട് വേണം. പ്രൊജക്ട് നമ്മുടെ കമ്പനിക്ക് ഇഷ്ടം പോലെ പ്രൊജക്ട് ഉണ്ട്. നമ്മുടെ ടെക്സാപ്പ് 10, 15, 20 ദിവസത്തിന്റെ ഉള്ളിൽ ടെക്സാപ്പ് വരികയാണ്. ടെക്സാപ്പിന്റെ പേര് റിലീസ് ചെയ്തില്ല എന്ന് മാത്രം. പേര് നല്ലൊരു പേരായിട്ടാണ് വരുന്നത്. നമുക്ക് ട്രസ്റ്റ് വാലറ്റ് പോലെ, മെറ്റാമാസ്ക് പോലെ, ടോക്കൺ പോക്കറ്റ് പോലെ ഒരു ആപ്പ് 10 കമ്പനികളൊപ്പം ഓൾറെഡി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ടെക്സാപ്പിൽ വരാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ നടന്നു പോരാ. പക്ഷെ ഒരുമിച്ച് നടന്നാലോ ബഹുദൂരം നടക്കാം നമുക്ക്. അപ്പൊ ഞങ്ങളുടെ നിങ്ങളെ കൂടെ നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് നടന്നിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക, അത് ഞാൻ ഒറ്റയ്ക്ക് പോയി തള്ളി കഴിഞ്ഞാലോ നീങ്ങൂല അല്ലെ? ഞാൻ ഒരു 10, 15 ഒരു കൂട്ട ആളുകളെ കൊണ്ട് തള്ളിയാലോ ആ സാധനം നീങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും അതിൽ കയറി പോവാം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ കൂടെ നിൽക്ക്. നമ്മൾ ഒരുമിച്ച് തള്ളിയിട്ട് ഈ കമ്പനി എവിടൊക്കെ പോകുന്നുണ്ടോ, ഈ 5 വർഷമാണോ 10 വർഷമാണോ 15 വർഷമാണോ, ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ അവിടെ ഇൻകം നിൽക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് 5 വർഷം കഴിഞ്ഞാലും ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കിട്ടുന്നതിനായിട്ടും 10 ഇരട്ടി പൈസ ഇവിടെ കിട്ടും, ടെസ്റ്റിൽ കിട്ടും. അത് നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് പറയണേ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അറിയാം. അപ്പൊ നിങ്ങളെ ഓരോരുത്തരും നമ്മുടെ കൂടെ നിന്നിട്ട്, ഈ ടെസ്റ്റിന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു വിജയം, നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പൈസകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല രീതിയിലേക്ക് ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടെസ്റ്റിന്റെ കൂടെ നിന്നിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. ഞാൻ അതുപോലെ തന്നെ നമ്മുടെ നുസ്രത്ത് മാഡത്തിനോട് താങ്ക് യു പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് ബിസിനസ് ഇന്നൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണക്ട് ചെയ്തത് നുസ്രത്ത് മാഡാണ്. നുസ്രത്ത് മാഡത്തിനോടും അതുപോലെ തന്നെ മാനേജിനോട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശശിയേട്ടല്ലേ ഇതില്? ഓക്കെ താങ്ക് യു. ഷാൻ ഭായ്, ആദ്യം ഞാൻ എന്നോട് ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ ഐഫോണിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നിട്ടാ. ഏതാണ് പേര് പറഞ്ഞോളൂ. ഐഫോണിന്റെ പേര് ഞാൻ അപ്പൊ ചെയ്യാം ട്ടാ. ഓക്കെ. എന്റെ ഫോണിന് എന്തോ വെച്ചിട്ടൊരു വിഷയം നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു മിനിറ്റ്, ഞാൻ സുധീഷ് ഭായ്, ഞാൻ നിങ്ങളൊന്ന് ഹോസ്റ്റ് ആക്കുന്നുണ്ടേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണെന്ന്. കാരണം ചെറിയ തോതിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു, എനിക്കിപ്പോ എന്താ പറയാന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഷാൻ ഭായ് മനഃപൂർവ്വം എന്നെ ബാക്കിലേക്ക് ആക്കിയപ്പോഴേ ഇനി എന്ത് ചെയ്യും ആലോചിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഏകദേശം ഇന്നത്തെ ദിവസത്തെ സന്തോഷം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം മുമ്പ് ഷാൻ ഭായ് നേരത്തെ പറഞ്ഞു ഒരു $2 8 പേർക്ക് കിട്ടിയ ദിവസമാണ്. അത് വല്ലാത്തൊരു ദിവസം തന്നെ ആയിരുന്നു അന്ന്. അപ്പോഴും ഷായും ഞങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് 3 മാസം കഴിഞ്ഞാൽ നമ്മൾ ചിത്രം മാറ്റി എഴുതുന്നു. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴേ ഞാൻ എൻ്റെ ട്രാക്കിലേക്ക് എത്തുള്ളൂ. എന്തായാലും നിങ്ങളെ കൂടെ ഏകദേശം ഒരു വർഷം തികഞ്ഞ് സക്സസ്ഫുൾ ആയി പോകുന്ന ഈ കമ്പനിയിൽ എത്താൻ കാരണക്കാരനായ സർവശക്തനായ ദൈവത്തിനോടും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ അവസരം ഞങ്ങളെ കൈകളിലേക്ക് എത്താൻ കാരണക്കാരിയായ ഞങ്ങളെ കൂടെപ്പിറപ്പായ നുസ്രത്ത് മാഡത്തിനോടും, അതേപോലെ തന്നെ നമ്മളെല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാർ ഏത് രൂപത്തിലാണ് ഒരു കമ്പനിനെ കാണേണ്ടത് എന്ന ആ രൂപത്തിലൂടെ തന്നെ ഇന്ന് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മളെ മാനേജ്മെന്റിനോടും, അതുക്ക് മേലെ ടോപ്പ് 8 എന്ന അസോസിയേറ്റഡ് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടാൻ കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ടും, പിന്നെ ഞങ്ങൾക്ക് 7 പേർക്ക് ഒരാളോട് നന്ദി പറയാനുണ്ട്. ഇന്ന് നിങ്ങളെ മുന്നിൽ
ഇത്രയും അന്തസ്സോട് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോരുത്തരും ഇപ്പൊ സുധീഷ് ഭായി പറഞ്ഞു ഓരോരുത്തരുടെ ലൈഫിലും വന്ന മാറ്റങ്ങൾ അല്ലെ. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് വെച്ച് തുടങ്ങി. നിങ്ങൾ ഇതൊക്കെ കാണാൻ പോവാട്ടോ. അതേപോലെ തന്നെ വണ്ടിയുടെ EMI കംപ്ലീറ്റ് അടച്ച ആളുകളായി മാറി. ഒരു വർഷം കൊണ്ട് ടോപ്പ് 8 എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ സിറ്റുവേഷനിലേക്ക് എത്താൻ കാരണക്കാരൻ മറ്റാരുമില്ല, ഷാൻ ഭായി എന്നാണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വണ്ടി ലീസിന് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനോടും വേണ്ട നന്ദി പറയാ. എല്ലാം ഇത് പൂർണ്ണമാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഷാൻ ഭായിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവസരം നമ്മൾ എപ്പോഴും തേടി വരുന്നില്ല. വന്ന സമയത്ത് അത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ 100% സക്സസ്ഫുൾ ആവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് പ്രൊജക്ട് ടെസ്റ്റ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ആത്മാർത്ഥത്തോടെ ഏറ്റെടുത്തുനിന്ന് മുന്നോട്ട് പോകുന്നതും. അപ്പൊ നമ്മൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ വേറൊന്നും ചെയ്യണ്ട. നമ്മളെ കൂടെ അത് 10 പേര്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കൂടെ 10 പേരുള്ളെങ്കിൽ ആ 10 പേര് ആത്മാർത്ഥത്തോടു കൂടി അവരെ പൾസ് അറിഞ്ഞ് അവരെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം വേണം, വേണ്ടേ? ഇവിടെ വൺ മനുഷ്യ കാണിച്ചാലൊന്നും ഒന്നും ആവൂല. നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് മേഖലയാണ് അല്ലേ? അപ്പോ അത് മനസ്സിലാക്കുക. കൂടെ ആത്മാർത്ഥമായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെ ആത്മാർത്ഥമായിട്ട് അവരെ തോളിൽ കൈയിട്ടിട്ട് അവരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിന്ന് കൊടുക്കുകയെ 100% നമ്മൾ വിജയിക്കും. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊജക്ട് ടെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോ കമ്പനി എന്താണ്, അന്ന് 1 വർഷം മുമ്പ് എന്തായിരുന്നു, അതിന്ന് എത്രമാത്രം, ഏകദേശം 1 വർഷം മുമ്പ് കേൾക്കുമ്പോൾ, ഈ കമ്പനിയുടെ പ്ലാൻ കേൾക്കുമ്പോൾ അതിൽ വെച്ചൊരു കാര്യമുണ്ട്, ഇതിന് റോഡ് മാപ്പ് 5 വർഷം. ആ 5 വർഷത്തിനുള്ളിൽ എവിടൊക്കെ കമ്പനി ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഡേറ്റ് ഇട്ടുണ്ടോ, അതെല്ലാം ടച്ച് ചെയ്ത് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്ന് അത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായിരുന്നു കമ്പനി ആഗ്രഹിച്ചത് ആ സ്റ്റേജിലേക്ക് ഇന്ന് കമ്പനി, എനിക്ക് തോന്നുന്നു അതിന്റെ 10 ഇരട്ടി മടങ്ങില് തിരിച്ചു വന്നിരിക്കുകയാണ്. 1 വർഷം കൊണ്ട് അവർ ഇത്രയും ബൂമിങ് ഉണ്ടാക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ മാനേജ്മെന്റ് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല. അവിടെ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അവര് എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ 10 മടങ്ങ് ടോപ്പ് 8 ചെയ്ത് കൊടുത്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ ജയേഷ് ഭായി ഇവിടെ സംസാരിക്കുമ്പോൾ ഒരുപാട് സത്യം പറഞ്ഞാൽ ഓനോട് നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോഴും ആ വ്യക്തി അവിടെ ഏകദേശം ഒരു 2 മണി 3 മണി 4 മണിക്കൊക്കെ ഇരുന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാ? ടോപ്പ് 8 വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാല് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോഴും ആ വ്യക്തി ഉറങ്ങാതെ ഇരുന്നിട്ട് പ്ലാൻ കൊടുത്ത് നേരം വെളുക്കുമ്പോൾ കോടികളാണ് അവൻ ക്ലോസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത്രേ ഉള്ളൂ, ഏതൊരു സാധാരണക്കാരനോടും നമ്മളൊന്നും ചിന്തിക്കാത്ത ആളുകളായിരിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളോടെ ചെയ്യാം. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പൊ ജയേഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളുടെ റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ വീണ്ടും അത് പറയുന്നില്ല. കാരണം ഞങ്ങളോട് പറഞ്ഞ വേറൊന്നല്ല, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ള ആളുകളാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞ പോലെ വണ്ടിയുടെ അടവ് ക്ലോസ് ചെയ്ത് വളരെ എന്താ പറയാ സ്വസ്ഥമായിട്ടുണ്ട്. അതേപോലെ നഷ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരനായി എനിക്കിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാട്ടി കൂടുതൽ അറിവുകളും എന്നെക്കാട്ടി കൂടുതൽ എന്താ പറയാ പുതിയ കാര്യങ്ങളും എല്ലാം സൗന്ദര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ ചിന്തിക്കുന്നിടത്തുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോഴും കുറെ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവൻ എന്താണ്, ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീട്ടിലേക്കാണ് വിളിച്ച് ചോദിക്കാറ്. അവിടെ കറണ്ട് ഇല്ല പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും നമ്മൾ KCBയിലേക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ കാര്യം പോലും ചെയ്യാതെ
മറ്റുള്ളവർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി അവിടെ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി. നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ ആരും വരില്ലേ, അത് നമ്മൾ തന്നെ തീർക്കന്നെ വേണ്ടി വരും. അല്ല മറ്റുള്ളവർ വന്നിട്ട് നമ്മളെ പ്രശ്നങ്ങൾ തീർക്കുന്നോ അല്ലെങ്കിൽ നമ്മളെ പ്രയാസങ്ങൾ മാറ്റി തരുന്നോ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആരും ഉണ്ടാവില്ല. തളർന്നു കിടന്ന ആ കിടക്കലന്നെ ഉണ്ടാവുള്ളൂ, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ മാക്സിമം കിട്ടിയ അവസരമാണ്. ഇന്നത്തെ ദിവസം ഞാൻ ആരും ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത്രയും ഹാപ്പിനെസ് ആയ ദിവസമാണെന്ന്. എല്ലാവർക്കും പ്രൊജക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് 3-3 ഫോർവേഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ വൈകിപ്പോയി. ഇത് വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മോർണിംഗ് വൈബ് എപ്പോഴും ഒരു 7 o'clock ആകുമ്പോഴേക്കും നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇത്രയും ആളുകൾ അത്രയും അവരുടെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ട് കാത്തിരുന്നു. അതിന് വലിയൊരു നന്ദി പറയാണ്. വിജയത്തിന്റെ മുന്നോടി എപ്പോഴും ഒരു സഹനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ സഹിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതില് നമ്മള് ഒരു നെവർ എവർ ക്വിറ്റ്, അത് നമ്മള് ഇതില് ക്വിറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കുക. അപ്പൊ ഇവര് പറഞ്ഞ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ കേട്ടതാണ്, റിയാലിറ്റി ആണ് അവിടെ സംസാരിച്ചു പോയത്. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും 1 year സെലിബ്രേഷൻ നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി മാറ്റുക. അതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും ഈസ്റ്ററും ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഇനി ഇതിന്റെ 1 year സെലിബ്രേഷനിൽ ഈ ഈവനിങ്ങിൽ നടക്കാൻ പോകുന്ന ടോപ്പ് 8ന്റെ മാനേജ്മെന്റ് വരുന്ന ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. അതിലേക്ക് നമ്മളെ മാക്സിമം പാർട്ടിസിപ്പേഷൻ കൂട്ടുക. അതില് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന, മാനേജ്മെന്റിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സൂമിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അവർക്കൊരു വാം വെൽക്കം കൊടുക്കുക. അപ്പോൾ അവരുള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് പറയുന്നതായിരിക്കും. എന്തായാലും ഈവനിങ്ങിൽ നടക്കാൻ പോകുന്ന 1 year സെലിബ്രേഷനിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. അതുപോലെ തന്നെ 1 year സെലിബ്രേഷന്റെ ഭാഗത്തിലുള്ള ഒരു നന്ദി ടെസ്റ്റിന്റെ ഭാഗത്തുനിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ടോപ്പ് 8ന്റെ ഭാഗത്തുനിന്നും എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.